ഈ കാലഘട്ടം എന്നത് വൈറൽ ആകാനുള്ള ആഗ്രഹമുള്ള കാലഘട്ടമാണ്. പ്രശസ്തി ലഭിക്കുക, പേരുണ്ടാക്കുക, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ സ്വയം എളിമപ്പെടാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. എളിമയുള്ള ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ആരും അറിയാത്തൊരു കാര്യം ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ ആരുമില്ല എന്നുള്ളതാണ്. സ്നേഹിക്കുക, പരിഗണിക്കുക, കാരുണ്യം കാണിക്കുക, അത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, മറ്റുള്ളവർ കണ്ടാലേ ഞാൻ ചെയ്യുള്ളൂ എന്ന് ചിന്ത ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് എളിമപ്പെടാനുള്ള കാര്യം. നമുക്ക് സ്ഥാനമാനങ്ങൾ വേണം, പേര് വേണം. നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ ഈ സാധനം നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കുക, എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്കത് സന്തോഷത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട എളിമപ്പെടണമെങ്കിൽ, ആദ്യമായിട്ട് എനിക്ക് എല്ലാം അറിയാമെന്ന ചിന്ത ഞാൻ മാറ്റുക. എനിക്കെല്ലാം, ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ചിന്ത നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമുക്ക് എളിമപ്പെടാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാത്തിനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും, സംസാരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം മാറ്റേണ്ട ചിന്ത എനിക്കെല്ലാം അറിയാമെന്നുള്ള ചിന്ത. രണ്ടാമതായിട്ട്, എന്നേക്കാൾ മുകളിലായിട്ട് ആരും ഇല്ല എന്നുള്ള ചിന്ത നമ്മളെ കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മളെക്കാൾ മുകളിലായിട്ട് കുറേ പേരുണ്ട്, കഴിവുള്ളവരുണ്ട്, അതുപോലെ തന്നെ അതിനേക്കാൾ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരുണ്ട്, അതുപോലെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നവരുണ്ട്. അങ്ങനെ ഒരു ചിന്ത നമ്മൾ മനസ്സിൽ കൊണ്ട് പറ്റട്ടെ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, എളിമപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മാറ്റിയാലേ നമുക്ക് പറ്റുള്ളൂ. എളിമയുള്ളവനായിട്ട് മാറാം. കുടുംബത്തിലാകാം, നമ്മൾക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ, ആ സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ച് എളിമപ്പെടാൻ. നമ്മൾ ഏറ്റവും വലിയ പൊസിഷനായിരിക്കും വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് വരുന്ന വ്യക്തിയോടൊന്ന് പുഞ്ചിരിയോടുകൂടി നമ്മളിന്ന് ദേഷ്യപ്പെടണേ, സ്നേഹത്തോടു കൂടി. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറുമ്പോൾ അതാണ് ആ സ്ഥാനത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വയം എളിമയുള്ളവനായിട്ട് മാറാൻ, ക്രിസ്തു എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ നയിച്ചത് അതുപോലെ തന്നെ നമുക്കും നയിക്കാൻ സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം.